നമസ്കാരം. കേരള സർക്കാർ വിവിധ വകുപ്പുകൾ വഴി നടപ്പിലാക്കുന്ന പെൺകുട്ടികൾക്കായുള്ള വിവാഹ ധനസഹായ പദ്ധതികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില പദ്ധതികളാണ് ഇന്ന് പറയാൻ പോകുന്നത്. പരിണയം. ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ പെൺമക്കൾക്കോ ഭിന്നശേഷിക്കാരായ പെൺകുട്ടികൾക്കോ വിവാഹ ആവശ്യത്തിനായി നൽകുന്ന സഹായമാണിത്. കുടുംബ വാർഷിക വരുമാനം 1,00,000 രൂപയിൽ താഴെയായിരിക്കണം. ഇനി മംഗല്യ സമുന്നതിയാണ്. അത് BPL EWS വിഭാഗത്തിൽപ്പെടുന്ന അവർക്ക് നൽകുന്ന ധനസഹായമാണ്. ഇതിനായി തപാലിലൂടെ അപേക്ഷ സമർപ്പിക്കണം. മിശ്ര വിവാഹിതർക്കുള്ള സഹായമാണ്. അത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരാൾ പങ്കാളിയായ മിശ്ര വിവാഹിതർക്ക് 75,000 രൂപ ഗ്രാൻഡ് നൽകുന്നുണ്ട്. ഇനി ഒന്ന് സുമിത്രം പദ്ധതിയാണ്. അതായത് ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് വിവാഹ ആവശ്യത്തിനായി 5,00,000 രൂപ വരെ വായ്പയായി നൽകുന്നുണ്ട്. അതുപോലെ മംഗല്യ പദ്ധതിയാണ്. വിധവകൾക്കോ വിവാഹബന്ധം വേർപ്പെടുത്തിയവർക്കോ പുനർവിവാഹത്തിനായി 25,000 രൂപ സഹായം നൽകുന്ന ഒരു പദ്ധതിയാണിത്. കൂടാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയും ക്ഷേമനിധി ബോർഡുകൾ വഴിയും ലഭ്യമാകുന്ന മറ്റ് ആനുകൂല്യങ്ങളെക്കുറിച്ചും നമ്മൾ നോക്കും. സർക്കാർ നയങ്ങളിൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ അതത് ഓഫീസുകളുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ നിങ്ങളൊന്ന് ശ്രമിക്കുക. ഇതുപോലുള്ള എല്ലാവിധ അപ്ഡേഷനും നിങ്ങളിലേക്ക് എത്തിപ്പെടാൻ ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് മറക്കാതെ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. കൂടാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക.